കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ 1.5 മണിക്കൂറിലേറെയായി ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാർ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു. റെയിൽവേ സാങ്കേതിക തകരാറാണെന്നാണ് പറയുന്നത്. 45ഓളം മിനിറ്റ് കഴിഞ്ഞു. ഷൊർണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് യാത്ര തുടങ്ങുമ്പോഴാണ് ഇത് ബാറ്ററി ഫെയിലിയർ ആണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. 45ഓളം മിനിറ്റായി ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിശ്ചലമായി കിടന്നിട്ട്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ഫെയിൽ ആവുന്നുണ്ട്. അപ്പോ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പൊ അങ്ങനെ കുറച്ച് സമയം നീണ്ടുപോയാൽ പാനിക്കാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിൽ, ട്രെയിൻ എപ്പോൾ പുറപ്പെടും എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? പുതിയ വിശദീകരണം എന്തെങ്കിലും റെയിൽവേ നൽകുന്നുണ്ടോ? ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെയായി ആ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും വിജയകുമാർ, ഈ ട്രെയിൻ ഇപ്പോൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റൊരു എഞ്ചിൻ എത്തിച്ച ശേഷം മാത്രമേ ട്രെയിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതും യാത്ര തുടരാൻ എന്നുള്ളതല്ല. റെയിൽവേയുടെ തന്നെ ഈ മെക്കാനിക്കൽ സെക്ഷനിലേക്ക് ട്രെയിൻ മാറ്റിയ ശേഷം യാത്രക്കാരെ മറ്റൊരു ട്രെയിനിൽ കയറ്റി മുന്നോട്ട് അവരുടെ യാത്ര തുടരുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സാധ്യമാകൂ എന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ അതിനും എഞ്ചിൻ എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വന്ദേ ഭാരതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് സാധാരണ ട്രെയിനുകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന എഞ്ചിനല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് എവിടെ നിന്ന് എത്ര വേഗത്തിൽ എത്തിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്ദേ ഭാരതിൻ്റെ ഡോറ് തുറക്കുന്നതിന് പ്രതിസന്ധിയില്ല. ഡോർ വേണമെങ്കിൽ തുറക്കാൻ കഴിയും സാങ്കേതിക വിഭാഗത്തിന്. പക്ഷെ അതിപ്പോൾ തുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ പ്ലാറ്റ്ഫോമോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഇപ്പോൾ അവിടെ ഇറങ്ങിയാലും അവർക്ക് മുന്നോട്ട് പോകുന്നതിന് പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറക്കാത്തത് എന്നുള്ളതാണ് റെയിൽവേ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. എന്തായാലും അല്പസമയം കൂടി ഒരു പക്ഷേ ഇങ്ങനെ തുടരേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. 5:50 ഷൊർണൂരിൽ നിന്ന് മുന്നോട്ടെടുത്ത ട്രെയിനാണ്. അല്പം കഴിഞ്ഞപ്പോഴാണ് സാങ്കേതിക തകരാർ രൂപപ്പെടുകയും ട്രെയിന് പൊടുന്നനെ സ്റ്റക്കായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്, യാത്രക്കാരെ അനൗൺസ്മെന്റ് വഴി അറിയിച്ചിരുന്നത് ഇതൊരു സാങ്കേതിക തകരാറാണ്, ബാറ്ററി ഡൗൺ ആയതാണ്, 10 മിനിറ്റിനകം യാത്ര തുടരുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 1.5 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ട്രെയിൻ ഇങ്ങനെ സ്റ്റക്കായി കിടക്കാൻ തുടങ്ങിയിട്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കം ട്രെയിനിലുണ്ട്. സ്വാഭാവികമായിട്ടും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ മറ്റോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് എയർ കണ്ടീഷൻ കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അതിനുള്ളിൽ ഇരിക്കാനുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. പരമാവധി റെയിൽവേ ജീവനക്കാർ ഭക്ഷണവും മറ്റും നൽകി, വെള്ളവും ഒക്കെ നൽകി യാത്രക്കാരെ പരമാവധി ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിരിക്കുകയും ഒരു പ്രതിസന്ധിയായി രൂപപ്പെടുകയാണ് ഇപ്പോൾ ഈ 1.5 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ വന്ദേ ഭാരത് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന സാഹചര്യം. എന്തായാലും റെയിൽവേ പറയുന്നത് മറ്റൊരു എഞ്ചിൻ. നിഖിൽ, അതിൽ ഇപ്പോഴും ഒരു കാര്യത്തിൽ വ്യക്തതയില്ല. ഈ മറ്റൊരു ട്രെയിനിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് യാത്ര തുടരും എന്ന സൂചന അവിടെയുമില്ല. പകരം ഒക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ അത്തരം ആലോചനകളിലേക്ക് ഉറപ്പായും റെയിൽവേ കടന്നിട്ടുണ്ടാകണം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, മറ്റേത് ട്രെയിൻ ഇത്രയും അധികം യാത്രക്കാർ, ഒരു ഫുൾ ലോഡഡ് ട്രെയിനിലുള്ള യാത്രക്കാരെ മറ്റൊരു ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെങ്കിൽ അത് പെട്ടെന്ന് സാധ്യമാവുന്നതല്ല. അതിനുള്ള തിരക്കിട്ട ആലോചനകളിലാണ് റെയിൽവേ ഇപ്പോൾ. എന്തായാലും ആദ്യ പരിഗണന എന്ന് പറയുന്നത് സുരക്ഷിതമായി മുഴുവൻ യാത്രക്കാരെയും ഈ ഡോറുകൾ തുറന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുക. എന്നെ ഇപ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള SI ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് പുറത്തേക്ക് ഇറക്കുന്നതിന് പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. ഈ യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഡോറ് സാങ്കേതിക വിദഗ്ധർക്ക് തുറക്കാൻ കഴിയാവുന്നത് തന്നെയാണ്. അത് ഇലക്ട്രോണിക് ആണ് എന്നിരിക്കും, അത് തുറക്കാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ തുറന്നു വിട്ടാലും യാത്രക്കാർക്ക് അത് പ്രതിസന്ധിയാകും. കാരണം ഇത് നമുക്കറിയാം, ഷൊർണൂരിൽ നിന്ന് മുന്നോട്ടുള്ള പാത എന്ന് പറയുന്നത് ഒരു വനത്തിനൊക്കെ സമാനമായ തരത്തിലുള്ള ഒരു പാതയാണ്. അവിടെ ട്രാക്ക് മാത്രമേ ഉള്ളൂ, സ്റ്റേഷൻ മാതൃകയിലൊന്നുമില്ല. അപ്പോൾ ആളുകൾക്ക് അവിടെ ഇറങ്ങി നിൽക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറക്കാത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. റെയിൽവേ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകി മറ്റൊരു ട്രെയിനോ മറ്റൊരു ട്രാക്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ വാതിലുകൾ തുറക്കുകയും യാത്രക്കാരെ എല്ലാം തന്നെ മറ്റൊരു ട്രെയിനിൽ കയറ്റി സുരക്ഷിതമായി അവരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്ന കാര്യം. വിജയകുമാർ, യെസ്, കുറച്ച് സങ്കീർണമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നു. മറ്റൊരു എഞ്ചിൻ കൊണ്ടുവന്ന് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കുക, വന്ദേ ഭാരത് എത്തിക്കുക എന്നതാണ്. അതിനാണ് ഇപ്പോൾ റെയിൽവേ മുൻഗണന നൽകുന്നത്. പകരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്നീ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും റെയിൽവേ അക്കാര്യത്തിലൊക്കെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വൈകാതെ ഒരു വ്യക്തത വരും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ആകുന്നു
വള്ളത്തോൾ നഗറിനും ഷൊർണൂരിനും ഇടയിൽ ആ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇടയ്ക്ക് പവർ ഫെയിലിയർ ആകുന്നു. കറണ്ട് ട്രെയിനിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ, AC ഇല്ലാത്ത അവസ്ഥ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ പലതുണ്ട്. അത് വേഗത്തിൽ പരിഹരിക്കും എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. എന്തായാലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്.